ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നെക്സ്റ്റ് പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞ ആളായിരുന്നു. വേറൊന്നല്ല കേട്ടോ, ഒരുപാട് ബിസി ആയി പോയിട്ടാണ്. അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നത്. കാരണം മോള് സ്കൂൾ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി. ഞാൻ എന്തായാലും പുഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യലാണ്. കാരണം എൻ്റെ ആയുസിൻ്റെ ഒരു വർഷം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ വിശേഷങ്ങളും പിന്നെ മോള് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായിലേക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ്സാക്കി കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് May 13th വ്യാഴാഴ്ചയാണ്. അന്ന് തന്നെയാണ് മോൾ സ്കൂളിൽ പ്രോഗ്രാമും. അന്ന് വൈകുന്നേരം 6 മണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് സ്കൂളിലേക്കാണ്. പ്രോഗ്രാമിനുള്ള എല്ലാ കുട്ടികളോടും 2:15 സ്കൂളിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളൊരു 2 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ സ്കൂളിലെത്തി. സ്കൂളിൽ ക്ലാസ് റൂമിൽ അവളെ ഏൽപ്പിച്ചു കൊടുത്തു. വൈകുന്നേരം 6 മണിക്കല്ലേ പ്രോഗ്രാം. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ അവരെ ഹാളിലേക്ക് കൊണ്ടുപോകും. പേരൻസ് അവിടെ വേണമെന്നില്ല. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് പിന്നെ ഇത് നമ്മൾ നേരെ ഹാളിലേക്ക് പോകാമെന്ന് 5:30 പേരൻസിനോട് ഹാളിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മളെ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ നമ്മളൊരു 5:15 അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഹാളിലേക്ക് പോകാമെന്ന്. മക്കളെ 4 മണിക്ക് ടീച്ചേഴ്സ് ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ ഒരിക്കലും മേക്കപ്പ് ഇടലും ഒക്കെ ചെയ്യൽ. അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് ഹാളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത് 4 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ ഹാളിലേക്ക് പോയി. അപ്പം തന്നെ ഓൾമോസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഹാളിലേക്ക് പോയി. അവിടെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന്, കാരണം ബേക്കിൽ ഇരുന്നാലേ മക്കളെ ശരിക്ക് കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. വേഗം തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വാതിലിൽ കൂടി നിങ്ങൾക്ക് പുറത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. ആപൽക്കരമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മക്കൾ ബേക്കിലത്തെ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം കുറച്ച് ഇൻട്രോ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിനെ പറ്റിയിട്ട്. അങ്ങനെ പിന്നെ പ്രോഗ്രാം കുറച്ച് ടൈം എടുത്തു സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി. ഓരോ ക്ലാസ് ബേസ് ആയിട്ടാണ് കേട്ടോ പ്രോഗ്രാം. ഒരു ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടാവും. അങ്ങനെ എയും ബിയും അവരെ ഒന്നിച്ചിട്ടാണ് പ്രോഗ്രാം ഉണ്ടാവുക. ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് എൻ്റെ മോള്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എയും ബിയും ഡിവിഷനുള്ളവർ അതിനകത്ത് ഒന്നിച്ചിട്ടാണ് കേട്ടോ കളിക്കുക. അങ്ങനെയാണ് പ്രോഗ്രാം. പിന്നെ ഞാൻ ഈ പരിപാടീൻ്റെ സോങ് ഇതിൽ കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഫോണിൽ മ്യൂസിക് എടുത്തിട്ട് വെക്കാം. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ വീഡിയോക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ടോക്ക്. ഫസ്റ്റ് ക്ലാസ് ബേസ് പ്രോഗ്രാമിൽ KG 1 പ്രോഗ്രാമാണ് കേട്ടോ ഇത്. ചെറിയ മക്കൾ കളിക്കുന്ന കാണാൻ അടിപൊളി രസമുണ്ട്.
പിന്നെ അവരെ കഴിഞ്ഞപ്പം നെക്സ്റ്റ് KG2ൻ്റെ ഡാൻസായിരുന്നു. അവരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചെറിയ മക്കളല്ലേ, അപ്പം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന മക്കളല്ലേ, അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. KG2ൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐസിനെ കണ്ടേ. ആദ്യമൊന്നും ഇവർ നമ്മളെ കാണാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ലേനു. അപ്പം ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടതാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം ഐസിൻ്റെയാണ്. ഇതാണ് കേട്ടോ ഐസിൻ്റെ ഡാൻസ്. അവളെ ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൾ ഫസ്റ്റ് ലൈനിൽ മൂന്നാമത്തെയാണ് കേട്ടോ. മക്കളെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നമ്മളോട് മക്കളെടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി. അവളുടെ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ വേഗം നെക്സ്റ്റ് പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതാ അതും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാം. ഞാൻ നേരെ ഐസിൻ്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞാനിതിൽ ഇതിൻ്റെ ഒറിജിനൽ സോങ് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് എന്തായാലും കോപ്പിറൈറ്റ് ക്ലെയിം വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ എൻ്റെ ഫോണിലുള്ള മ്യൂസിക്കാണ് ഞാൻ ആഡാക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വോയിസ് കൊടുത്താലാണ് രസം. പക്ഷേങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ അറിയാലോ, അങ്ങനെ സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് മ്യൂസിക് കൊടുക്കുന്നത്.
ഇത് ഡാൻസ് കളിച്ച രണ്ടീത് മക്കൾ കൂടിയിട്ടുള്ള അവസാന ഡാൻസായിരുന്നു. പിന്നെ ഇതോടെ പ്രോഗ്രാം വൈൻഡപ്പായി. ഒരു 9 മണിക്കൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ ഇക്കാക്ക് എന്തോ ബിസി ആയിട്ട് ഇക്ക വേഗം തന്നെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 പ്രോഗ്രാം കഴിഞ്ഞപ്പം തന്നെ ഇക്ക ഷോപ്പിലേക്ക് വന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോയി. പിന്നെ മക്കളെ വേഗം തന്നെ ഫുഡെല്ലാം കൊടുത്തിട്ട് ഉറക്കാൻ നോക്കിയാലാണ്. പിന്നെ രാത്രിയായപ്പോൾ ഇക്ക റൂമിലേക്ക് വരുമ്പം ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ വന്നത്. സത്യം പറയലാണ് ഞാൻ ഭയങ്കര സർപ്രൈസായി പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഗിഫ്റ്റുള്ള കാര്യം. അപ്പോൾ ഇതാ ഗിഫ്റ്റിൻ്റെ എന്നാ ഗിഫ്റ്റ് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച ഗിഫ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേയായി വേണോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഗിഫ്റ്റൊക്കെ രാത്രി തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 31 പകൽ കേക്കും ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഞാനിതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും കേക്ക് കട്ടാക്കും, അത് ഉറപ്പായിരുന്നു. ഈ ഗിഫ്റ്റിൻ്റെ കാര്യമൊന്നും ഞാൻ വലിയ അക്സെപ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേനു. അപ്പോൾ ഇതാ പിന്നെ മക്കളെല്ലാം ഒന്നിച്ചിട്ട് കേക്ക് കട്ടാക്കലാണ്. 2 ആളുണ്ടായിരുന്നു കൂടെ. ഞാൻ പിന്നെ വീഡിയോ ചെറുതായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കേക്കെല്ലാം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കട്ടാക്കാനും തിന്നാനും ഒക്കെ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ്. ചെറുതൊന്നുമില്ല, കുറച്ച് ലോങ്ങായി പോയിട്ടുണ്ട്. ലോങ് അറിയാതെ ആയിപ്പോയതാണ്. എനിക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ എന്തായാലും നെക്സ്റ്റാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പുഡിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് വീഡിയോ ഗ്യാപ്പ് ഉണ്ടായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനേക്കും ബായ്, അസ്സലാമു അലൈക്കും.